പ്രാർത്ഥനയിലൂടെയാണ്. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവൈതലിനെ സംരക്ഷിക്കുന്ന പൂർണ്ണമായ ഉത്തരവാദിത്വം നമ്മുടെ കർത്താവിനുണ്ട്. ആമേൻ. എൻ്റെ പ്രാർത്ഥന എൻ്റെ കർത്താവ് കേൾക്കുന്നുണ്ട്. ആ കർത്താവ് എന്നെ പ്രൊട്ടക്ട് ചെയ്യുവാൻ മതിയായവനാണ് എന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആരംഭവാക്യങ്ങളിലേക്ക് നാം കടന്നു വരുമ്പോൾ ദാവീദ് പറയുകയാണ്, യഹോവേ എനിക്ക് ന്യായം പാലിച്ചു തരണമേ. അർത്ഥം എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? നമ്മുടെ കർത്താവ് ആരാണ്? ന്യായം നടത്തി തരുന്ന ന്യായപാലകനാണ്. തിരുവചനത്തിൽ പ്രകാരം നമുക്ക് കാണാൻ കഴിയുന്നു, നമ്മുടെ കർത്താവ് നീതിയോടെ ന്യായപാലനം നടത്തുന്ന ന്യായകർത്താവാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെയാണ് ദൈവഭക്തനായ ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, കർത്താവേ എനിക്ക് ന്യായം പാലിച്ചു തരണമേ. ആ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു, ദാവീദിന് തക്കതായ ന്യായപാലനം തന്റെ ജീവിതത്തോടനുബന്ധിച്ച് ലഭിക്കുന്നില്ല. ഈ വേദപുസ്തകത്തിൽ ദാവീദിനെ പ്രതിപാദിച്ചിരിക്കുന്ന മേഖലകളെ നമ്മൾ പഠിക്കുമ്പോൾ ദാവീദ് കടന്നുപോയിരിക്കുന്ന സാഹചര്യങ്ങളെ ഒക്കെയും താൻ അനുഭവിച്ചു കൊണ്ടിരുന്ന വ്യതകളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തിരുവചനത്തിൽ പലതും ഒരു ദൈവജനം എന്ന നിലയിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്കിലും ദാവീദിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ, ദാവീദിനെ കുറിച്ച് പഠിക്കുമ്പോൾ ചില മേഖലകളിലേക്ക് നമുക്ക് കടന്നു പോകേണ്ടതുണ്ട്. അവയെ വേഗത്തിൽ തൊട്ട് മുന്നോട്ട് പോകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നോക്കിക്കേ, നമ്മൾ ഈ രാത്രിയുടെ യാമങ്ങളിൽ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. വിശേഷാൽ ഈ ഔട്ടർ ലണ്ടൻ ഏരിയയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, കൺട്രി സൈഡിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വളരെ ടൈനി ആയിട്ടുള്ള റോഡാണ്. അവിടെ ഏകനായി രാത്രിയുടെ യാമങ്ങളിൽ ഒറ്റയ്ക്ക് നാം ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ, പ്രത്യേകിച്ച് മഴയൊക്കെ ഉള്ള സമയമാണെങ്കിൽ മുന്നിൽ വെള്ളക്കെട്ടുകളുണ്ട്. അനേക ഹസാഡുകളെ തരണം ചെയ്താണ് നമ്മൾ മുന്നോട്ട് കടന്നു പോകേണ്ടത്. പ്രൈസ് ദി ലോർഡ്. അവിടെ വെട്ടമില്ല, വെളിച്ചമില്ല, ഇരുളാണ്. രണ്ട് സൈഡിലും വനാന്തരം പോലെ മരങ്ങളും വൃക്ഷങ്ങളും വളഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഒരു ഭീതിയുടെ അനുഭവം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരും. പലപ്പോഴും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഒറ്റയ്ക്കാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു ഭീതി നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരാം. എങ്കിലും ഈ വാഹനത്തിനുള്ളിലാണല്ലോ ഞാൻ ആയിരിക്കുന്നത്, ഇങ്ങനെ ഒരു കംഫർട്ട് സോണിലാണല്ലോ ഞാൻ ആയിരിക്കുന്നത് എന്നുള്ളൊരു ബോധ്യമുള്ളത് കൊണ്ട് കുറെയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് കടന്നു പോകാം. ഞാൻ ദാവീദുമായി കമ്പയർ ചെയ്യുകയാണ്. എന്നാൽ ദാവീദിന്റെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ദാവീദ് അനുഭവിച്ചു വന്ന ജീവിത സാഹചര്യങ്ങൾ, ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള ഒരു കംഫർട്ട് സോണും ദാവീദിന്റെ ജീവിതത്തിലില്ലായിരുന്നു. താൻ കടന്നുപോയ മേഖലകൾ മുഴുവനും ഇരുളിന്റെയും അന്ധതമസിന്റെയും വനാന്തരങ്ങളുടെയും സാഹചര്യങ്ങളാണ്. തനിക്കൊന്ന് റെസ്റ്റ് എടുക്കാനോ, താൻ കാല് ചവിട്ടിയ മേഖലകൾ മുഴുവനും വെള്ളക്കെട്ടാകാം, ചില മുള്ളാകാം, ഒന്ന് ഇരിക്കാനോ റെസ്റ്റ് എടുക്കാനോ കഴിയാത്ത സാഹചര്യങ്ങളെ തരണം ചെയ്താണ് ദാവീദ് മുന്നോട്ട് കടന്നു പോകുന്നത്. എങ്കിലും ഈ ഭക്തൻ ദൈവത്തോട് ആ സാഹചര്യത്തിന് നടുവിൽ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ നീ എനിക്ക് ന്യായം പാലിച്ചു തരണമേ. എന്തുകൊണ്ടാണ് ദാവീദ് അങ്ങനെ പറയാൻ കാരണം? ഹല്ലേലൂയ. തൻ്റെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ ഇങ്ങനെയാണെങ്കിലും ദാവീദിന് നല്ല ബോധ്യമുണ്ട്. എന്താണ്? ഞാനായിരിക്കുന്ന സാഹചര്യം ഇങ്ങനെയാണെങ്കിലും ഹല്ലേലൂയ, എൻ്റെ ദൈവത്തിൻ്റെ ഉള്ളംകരത്തിൽ ഞാൻ പ്രൊട്ടക്റ്റഡ് ആണ്. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ഉള്ളംകരമാകുന്ന ഹല്ലേലൂയ രക്ഷാകവചത്തിനുള്ളിലാണ് ഞാൻ ആയിരിക്കുന്നത്. ആമേൻ. ദാവീദിനോടൊപ്പം അനേക ഹല്ലേലൂയ അവനെ സപ്പോർട്ട് ചെയ്യുന്ന പരിചാരകങ്ങൾ അവനോടൊപ്പമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവനെ പ്രൊട്ടക്ട് ചെയ്യാൻ അവരൊക്കെ ആവശ്യമാണ്. എന്നാൽ അവരെ തന്നെ പ്രൊട്ടക്ട് ചെയ്യുമ്പോഴും സംരക്ഷിക്കുമ്പോഴും കൂടെ സഹായിയായി അവരെല്ലാം നിൽക്കുമ്പോഴും അവരിൽ ആരും ദാവീദ് ആശ്രയിക്കുന്നില്ല. അവരെ നോക്കിയിട്ട് അവരോട് പറയുന്നില്ല, എനിക്ക് ഒരു നീതിയുടെ ന്യായപാലനം നടത്തി തരണമെന്ന്. ദാവീദിന് നല്ല ബോധ്യമുണ്ട്, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ഉള്ളംകരങ്ങളിൽ പ്രൊട്ടക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ താൻ ഉറപ്പോടെ വിളിച്ചു പറയുകയാണ്, എൻ്റെ ദൈവം എന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ കടന്നു പോകുന്ന ഈ അവസ്ഥയുടെ നടുവിൽ എൻ്റെ ദൈവം എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ദൈവത്തോട് തന്നെ ഞാൻ പ്രാർത്ഥിക്കും, ആ ദൈവത്തോട് തന്നെ ഞാൻ എൻ്റെ വിഷമങ്ങളെ പറയും. അതുകൊണ്ട് ആ ഭക്തൻ പറയുകയാണ്, ദൈവമേ നീ എനിക്ക് ന്യായം പാലിച്ചു തരണമേ. ഇന്ന് പകൽക്കാലം ദൈവസ്ഥനായിരിക്കും ദൈവജനങ്ങളെ, നിങ്ങളോട് ഈ വചനവും അപ്രകാരം തന്നെയാണ് വിളിച്ചു പറയുന്നത്. ഞാനും നിങ്ങളും അനുഭവിക്കുന്ന പ്രതിസന്ധിയുടെ നടുവിൽ, നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്ന ഓരോ ജീവിത സാഹചര്യങ്ങളുടെ നടുവിൽ
ഹല്ലേലൂയ, നമുക്ക് തക്കതായ ന്യായപാലനങ്ങൾ ലഭിക്കുന്നില്ലായിരിക്കാം. നമ്മൾ ഹല്ലേലൂയ പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കനുസരിച്ചുള്ള റിസൾട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ലായിരിക്കാം. ആ അവസ്ഥയുടെ നടുവിൽ ഹല്ലേലൂയ നാം മനസ്സിലാക്കുക, ഞാൻ എൻ്റെ ദൈവത്തിന്റെ ഉള്ളംകരങ്ങളിൽ പ്രൊട്ടക്റ്റഡ് ആണ്. ഞാൻ എൻ്റെ ദൈവത്തിന്റെ രക്ഷാകവചത്തിന് ഉള്ളിലാണ് ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹല്ലേലൂയ ഞാൻ മറ്റാരോടും എൻ്റെ വിഷമങ്ങൾ പറയുകയില്ല, മറ്റാരോടും ഞാൻ എൻ്റെ വേദകൾ പറയുകയില്ല. ഞാൻ പറയുന്നത് എൻ്റെ ദൈവത്തോടായിരിക്കും. അവനോട് തന്നെ ഞാൻ എൻ്റെ വിഷമങ്ങൾ പറയും. എൻ്റെ കർത്താവേ, നീ എനിക്ക് ന്യായം പാലിച്ചു തരണമേ. എൻ്റെ ദൈവമേ, നീ എനിക്ക് നീതിയോടെ ഹല്ലേലൂയ സ്തോത്രം ന്യായപാലനം നടത്തി തരണമേ. അങ്ങനെ ഇന്ന് പകൽക്കാലം നമ്മൾ പറയുവാൻ തക്കവണ്ണം നമ്മുടെ ഹദരങ്ങളെ ഹല്ലേലൂയ വിട്ടുകൊടുത്താൽ ഹല്ലേലൂയ നമുക്ക് വേണ്ടി ന്യായപാലനം നടത്തുന്നവനാണ് നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മുന്നോട്ട് കടന്നു പോകുമ്പോൾ ദാവീദ് പറയുകയാണ്, ഞാൻ ഇളകാതെ യഹോവയിൽ ആശ്രയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, ഈ ഒരു സാഹചര്യങ്ങളൊക്കെയാണ് തനിക്കെങ്കിലും ഹല്ലേലൂയ താൻ വിളിച്ചു പറയുകയാണ്, ഞാൻ എൻ്റെ ദൈവത്തിൽ ഇളകാതെ ആശ്രയിക്കുന്നു. ഐ ഹാവ് ട്രസ്റ്റഡ് ഇൻ മൈ ലോർഡ് വിത്തൗട്ട് വേവറിംഗ്. ഹല്ലേലൂയ, ഞാൻ എൻ്റെ ദൈവത്തിൽ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ അത് സ്ഥിരതയോടെയാണ്, അതിന് ഇളക്കമില്ല, അതിന് ചലനമില്ല. ഞാൻ ആശ്രയിക്കുന്ന ദൈവത്തിൽ ഹല്ലേലൂയ ഞാൻ എന്ത് ചെയ്യുന്നു? ഹല്ലേലൂയ ഇഴുകിച്ചേർന്നുകൊണ്ട് ഉറച്ചു നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ വചനം നമ്മോട് വിളിച്ചു പറയുന്നു, നമ്മളായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളുടെ നടുവിൽ ഹല്ലേലൂയ പ്രതിസന്ധിയുടെ നടുവിൽ നാം ദൈവത്തിൽ ആശ്രയിക്കുന്നെങ്കിൽ ഇളകാതെ ആശ്രയിക്കുന്നവരായിരിക്കണം. പ്രൈസ്. പകുതി ദൈവത്തിലും പകുതി മനുഷ്യരിലും പകുതി ലോകത്തിലും പകുതി നമ്മുടെ ഹല്ലേലൂയ ആരോഗ്യത്തിലും പണത്തിലുമായിട്ടല്ല നമ്മുടെ ആശ്രയങ്ങൾ മാറേണ്ടത്. ഇളകാതെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ആശ്രയം നമുക്കുണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ നമുക്കായി ദൈവം ഹല്ലേലൂയ തന്റെ പ്രവൃത്തിയെ ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഇതേപോലെ ഇളകാതെ ദൈവത്തിൽ ആശ്രയിച്ച ഒരു വ്യക്തിയാണ് ഹിസ്കിയാവ്. സ്തോത്രം. നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ സ്തോത്രം കർത്താവിനെ അറിഞ്ഞ നിങ്ങൾ സ്തോത്രം എങ്ങനെ ആക്ട് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചോണം. ആമേൻ. യേശു അവിടെ പോയി ഹല്ലേലൂയ അവിടെ ഇരുന്നു. പ്രൈസ് ദി ലോർഡ്. യേശുവിന് ഒരു ചിന്തയുണ്ട്, യേശുവിന് ഒരു ആഗ്രഹമുണ്ട്. Where are the Humvees? We're pinned down here. They're heading back to base. Hold tight. Welcome everyone into D's with സ്തോത്രം. ഇവരുടെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്ന് യേശു ടെസ്റ്റ് ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇതാ ജനം എന്ത് ചെയ്തു? ഹല്ലേലൂയ. യേശുവിന്റെ അത്ഭുത പ്രവർത്തികൾ കണ്ട ജനം യേശുവിനെ വിട്ടുകളഞ്ഞില്ല. യേശുവിന്റെ അടുക്കിലേക്ക് അവർ വരികയാണ്. പ്രൈസ് ദി ലോർഡ്. അവർ യേശുവിന്റെ അടുക്കിലേക്ക് ഓടി വരുന്നു. സ്തോത്രം. വളരെ പുരുഷാരം അവിടെ കാണുവാൻ കഴിയുന്നത്, വളരെ പുരുഷാരം യേശുവിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ അവിടെ കൊണ്ടുവരുന്ന കുറെ രോഗികളെ കാണുവാൻ കഴിയുന്നു. മുടന്തർ, കുരുടർ, ഊമർ, കൂനർ, സ്തോത്രം മുതലായ സ്തോത്ര രോഗികളെ കൊണ്ട് യേശുവിന്റെ അടുക്കിലേക്ക് വരികയാണ്. ഇവർ കൊണ്ടുവന്ന് യേശുവിന്റെ കാൽക്കലം വെച്ചു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അവരുടെ വിശ്വാസം, വലിയ വീര്യപ്രവർത്തികൾ ചെയ്ത യേശുവിനുള്ള വിശ്വാസത്തിന്റെ പ്രവൃത്തിയെയാണ് ഇവർ ഇവിടെ കാണിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. യേശുവിനുള്ള വിശ്വാസത്താൽ അവരെന്തു ചെയ്തു? ഹല്ലേലൂയ. ഞങ്ങളിൽ നിന്ന് മാറിപ്പോയിരിക്കുന്ന യേശുവിന്റെ അടുക്കലേക്ക് രോഗികളെ കൊണ്ടുവരിക മാത്രമല്ല, കൊണ്ട് കാൽക്കൽ വെച്ചു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ കാൽക്കൽ കൊണ്ടുവച്ചാൽ അതിന് ഉത്തരമുണ്ട്. ഹല്ലേലൂയ. ഏത് വിഷയത്തിനും മറുപടി ഉണ്ട് യേശുവിന്റെ പക്കൽ കൊണ്ടുവന്നാൽ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇതാ ഈ ഹല്ലേലൂയ ജനം കർത്താവിന്റെ അടുക്കിലേക്ക് കടന്നു വന്നു. അവരുടെ വിഷയങ്ങൾ, അവരുടെ വേദനകൾ, അവരുടെ മുറിവുകൾ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ കർത്താവിന്റെ പാദപീഠത്തിൽ കൊണ്ടുവച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ജനത്തിന് ഒരിക്കലും അവരുടെ വേദനകളും ഭാരങ്ങളും ഭാണ്ഡക്കെട്ടുകളും ചുമന്നുകൊണ്ട് പോകുവാൻ എപ്പോഴും ഹല്ലേലൂയ അതും ചുമന്ന് നടക്കുവാൻ സ്തോത്രം ദൈവം അനുവദിക്കുകയില്ല. ആമേൻ. സ്തോത്രം. നാം ദൈവത്തെ, ഈ കർത്താവിനെ അറിഞ്ഞ ഒരു ദൈവവൈതലാണെങ്കിൽ തീർച്ചയായും നമ്മൾ അനുഭവിക്കുന്ന ഭാരങ്ങളും വേദനകളും പറയാൻ ഒരിടമുണ്ട് നമുക്ക്. ആമേൻ. ആ ഇടത്ത് നമ്മൾ പോകണം. വന്നാ പോരാ, ഇറക്കി വെക്കണം. പലപ്പോഴും പലർക്കും ഹല്ലേലൂയ സൗഖ്യം ലഭിക്കുന്നില്ല, പലർക്കും ഹല്ലേലൂയ വിടുതൽ ലഭിക്കുന്നില്ല, പലർക്കും ഹല്ലേലൂയ അവർ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള സൗഖ്യം കിട്ടുന്നില്ല. കാത്തിരിക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ ഹല്ലേലൂയ മറുപടി ലഭിക്കുന്നില്ല. കാരണം എന്താ? സ്തോത്രം. ഇത് ഹൃദയത്തിൽ കൊണ്ടു നടക്കുകയാ. സ്തോത്രം. ഈ ഭാരവും ഈ ചുമലും കൊണ്ട് നടക്കുകയാ. ആരാധനയ്ക്ക് പോകുന്നുണ്ടോ? ആരാധനയ്ക്ക് പോകുന്നുണ്ട്. കൂട്ടായ്മ കൂടുന്നുണ്ടോ? ആരാധിക്കുന്നുണ്ട്. എല്ലാ കൂട്ടായ്മകൾക്കും പോകുന്നുണ്ട്. എന്നാൽ വേദനകൾക്കും കഷ്ടങ്ങൾക്കും പ്രയാസങ്ങൾക്കും രോഗങ്ങൾക്കും കുറവുണ്ടോ? കുറവുമില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ള സ്തോത്രം ഒരു കൂട്ടത്തോട്
ഇന്ന് പകൽക്കാലം ദൈവം പറയാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ഇവിടെ സ്തോത്രം കർത്താവിന്റെ അടുക്കലേക്ക് വന്ന ജനത്തിന്റെ പ്രവൃത്തി നമ്മുടെ കണ്ണ് തുറക്കണം. ആമേൻ. അവർ യേശുവിന്റെ അടുക്കൽ വരിക മാത്രമല്ല, അവർ അവരുടെ രോഗങ്ങളെ, അവരുടെ രോഗികളെ ഹല്ലേലൂയ കർത്താവിന് മുമ്പിൽ കൊണ്ടുവന്ന് വിശ്വാസത്തോടെ കർത്താവിന്റെ പാദത്തിൽ വച്ചു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് യേശു അവരെ സൗഖ്യമാക്കി. ആമേൻ. യേശു അവരെ സൗഖ്യമാക്കി. പ്രിയരെ, കർത്താവിന്റെ മുമ്പിൽ കൊണ്ടുവന്നാൽ വിശ്വാസത്തോടെ അടുത്ത് വന്ന് ഹല്ലേലൂയ ആ പാദപീഠത്തിൽ ഒരു വിഷയം ഇറക്കി വെച്ചാൽ അതിന് വിടുതലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിടുതൽ ലഭിക്കാതിരിക്കുകയില്ല. സ്തോത്രം, സ്തോത്രം. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു കർത്താവ് അവിടെ ഇരിക്കുകയാണ്. സ്തോത്രം. എന്നാൽ കർത്താവിനെ ഈ ലോകത്തിൽ അനേകർ പല ദൈവങ്ങളുടെ പിന്നാലെ പോകുന്നുണ്ട്. അവരെ പോലെയുള്ള ഒരു ദൈവമല്ല നമ്മുടെ കർത്താവ്. സ്തോത്രം. ഇവിടെ കർത്താവ് ഇരിക്കുന്നു എന്നതുകൊണ്ട് കർത്താവിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്ന് പാദപീഠത്തിൽ ഇറക്കി വെച്ചാൽ മാത്രമല്ല കർത്താവ് വിടുവിക്കുന്നേ. ആമേൻ. ഏത് നിലവാരത്തിലും ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ പ്രവർത്തിപ്പാൻ ഈ കർത്താവ് വിശ്വസ്തനാ. തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം കാണുവാൻ കഴിയുന്നത് ഹല്ലേലൂയ സ്തോത്രം ദൈവജനത്തിന്റെ തന്നിൽ പ്രത്യാശ വെച്ച തന്റെ ഭക്തന്മാരുടെ ജീവിതത്തിൽ ഹല്ലേലൂയ അവരുടെ കഷ്ടതകൾ, ഹല്ലേലൂയ കഷ്ടതകൾ ഏത് കഷ്ടതയിലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരുന്നത്, ആ കഷ്ടതയുടെ നടുവിലേക്ക് സ്തോത്ര കർത്താവ് ഇറങ്ങിച്ചെന്നു. ആമേൻ. സ്തോത്ര താഴ്വരയുടെ നടുവിലൂടെയാണ് അവർ പോയിരുന്നതെങ്കിൽ താഴ്വരയിൽ കർത്താവ് ഇറങ്ങിച്ചെന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മലയുടെ കുന്നിന്റെ മുകളിലാണ് അവർ കഷ്ടത അനുഭവിച്ചുകൊണ്ടായിരുന്നതെങ്കിൽ കർത്താവ് അവിടെ കയറി ചെന്നു. മരുഭൂമിയിലാണ് അവർ കഷ്ടത അനുഭവിച്ചതെങ്കിൽ കർത്താവ് മരുഭൂമിയിൽ ചെന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. പീഡനത്തിന് നടുവിലാണെങ്കിൽ കർത്താവ് പീഡനത്തിന്റെ നടുവിലും ചെന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിന് ഇന്ന നിലകളിലെ സ്തോത്രം ദൈവജനത്തെ വിടുവിക്കുവാൻ കഴിയൂ എന്നില്ല. ഏത് നിലയിലും കർത്താവ് വിടുവിക്കുവാൻ കഴിയും. പക്ഷെ ഇവിടെ കർത്താവ് ടെസ്റ്റ് ചെയ്യുകയാണ്. ആമേൻ. ഇവിടെ ഇരിക്കും നമ്മൾ ഓരോരുത്തരും കർത്താവിൽ നിന്ന് പല നിലകളിലുമുള്ള സൗഖ്യങ്ങളും വിടുതലുകളും പ്രാപിച്ചവരാണ്. പല നിലകളിലും ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം ദൈവിക വാഗ്ദത്തങ്ങളെ പ്രാപിച്ചവരാണ്. പല കഷ്ടതകളുടെയും വേദനകളുടെയും കടന്നുപോയപ്പോൾ അതിന് നടുവിൽ ദൈവിക കരത്തിന്റെ വിടുതലുകൾ അനുഭവിച്ചവരാണ്. ആമേൻ. സ്തോത്രം. അത് അനുഭവിച്ചവർ സ്തോത്രം ഹല്ലേലൂയ കർത്താവിന്റെ അടുക്കലേക്ക് വരുമ്പോൾ അവരുടെ പ്രതികരണം സ്തോത്രം കർത്താവ് ഉദ്ദേശിക്കുന്നത് പോലെ ആയിരിക്കണം. ആമേൻ. കർത്താവിൽ നിന്ന് വിടുതൽ പ്രാപിച്ചാൽ പോരാ, അനുഗ്രഹങ്ങൾ പ്രാപിച്ചാൽ മാത്രം പോരാ. ഹല്ലേലൂയ കർത്താവിന്റെ അടുക്കലേക്ക് നാം വരുമ്പോൾ ഹല്ലേലൂയ ആ നിലകളിലുള്ള ഒരു പ്രതികരണം മരിച്ചവരെ പോലെ ഇരിപ്പാൻ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. ഒരു പ്രതികരണം ഉണ്ടാകണം. ഹല്ലേലൂയ. വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. വലിയ സബ്ജക്റ്റ് അത്. സ്തോത്രം. ചുരുങ്ങിയ സമയം കൊണ്ട് ഈ വേഗത്തിൽ എടുത്ത് ഞാൻ നിർത്താം. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഇവിടെ കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവന്നവരെ കർത്താവ് എന്തു ചെയ്തു? സൗഖ്യപ്പെടുത്തി, സൗഖ്യമാക്കി. ഹല്ലേലൂയ. അടുത്തതായി നമുക്ക് കാണാൻ കഴിയുന്നത് സ്തോത്രം അവരെന്ത് ചെയ്യുക? ഹല്ലേലൂയ അവർ ദൈവത്തെ മഹത്വീകരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഊമർ സംസാരിക്കുന്നതും കൂനർ സൗഖ്യമാകുന്നതും മുടന്തർ നടക്കുന്നതും കുരുടർ ഹല്ലേലൂയ കാണുന്നതും പുരുഷാരം കണ്ടിട്ട് ആശ്ചര്യപ്പെട്ടു ദൈവത്തെ മഹത്വപ്പെടുത്തി. ആമേൻ. ഹല്ലേലൂയ. നോക്കിക്കേ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ഹല്ലേലൂയ അവരുടെ കണ്ണു തുറന്നു. സ്തോത്രം, സ്തോത്രം. അവർ കൊണ്ടുവച്ച, ചിലപ്പോൾ അവർക്കായിരിക്കത്തില്ല രോഗം, ഇവിടെ കൊണ്ടുവച്ചെന്നാ പറഞ്ഞേ. മുടന്തന് തന്നെ നടന്നു വരാൻ പറ്റത്തില്ല, കണ്ണ് കാണാത്തവന് തന്നെ വരാൻ പറ്റത്തില്ല. സ്തോത്രം. കർത്താവുള്ള വിശ്വാസത്താൽ അവർ കൊണ്ടുവച്ചു. സൗഖ്യം വന്നപ്പോൾ ഹല്ലേലൂയ അവർ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ നടുവിൽ കർത്താവിന്റെ പ്രവൃത്തി ഹല്ലേലൂയ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ, ഒരു വ്യക്തിയിൽ ഹല്ലേലൂയ കർത്താവിന്റെ മഹത്വം വെളിപ്പെടുമ്പോൾ കാഴ്ചക്കാരനായി നമ്മൾ ഇരിക്കരുത്. ആമേൻ. സ്തോത്രം, സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന ഒരു സഹോദരിയുടെ ജീവിതത്തിൽ, ഒരു സഹോദരന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുമ്പോൾ അതിനോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്കെല്ലാവർക്കും ഇടയായി തീരണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നാം മഹത്വപ്പെടുത്തുമ്പോൾ ആ മഹത്വം അവിടെ ആ വ്യക്തിയിൽ വെളിപ്പെട്ട ദൈവിക മഹത്വം നമ്മളിൽ വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണ് ഹല്ലേലൂയ സ്തോത്രം അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. ഒരു വ്യക്തിയിൽ അത്ഭുതം നടന്നു, വിടുതൽ നടന്നു, അത് കണ്ട് നോക്കിയിരുന്ന് അതിനെ സ്തോത്രം സ്തോത്രം നോക്കിയിരുന്ന് അതിനെ കുറ്റപ്പെടുത്തുവാനല്ല സ്തോത്രം ദൈവം നമ്മളെ വിളിച്ചത്. സ്തോത്രം. കർത്താവിനെ മഹത്വീകരിപ്പാൻ, കർത്താവിന് മഹത്വം കൊടുക്കുവാൻ. ഇവിടെ നോക്കിക്കേ, കുരുടരെ, മുടന്തരെ, സ്തോത്രം പല നിലകളിലുമുള്ള രോഗികളെ കൊണ്ടുവച്ചു. ഇവിടെ ഇപ്പൊ നോക്കുമ്പോൾ നമുക്ക് ആർക്കും ഒന്നില്ല.
മുടന്നില്ല. കുരുടരായി, സ്തോത്രം, കണ്ണ് കാണാത്തവരായ ആരുമില്ല, കൂനരായ ആരുമില്ല. സ്തോത്രം, ഈ പറയുന്ന നിലവാരത്തിലുള്ള ആരും ഇവിടെ ഇല്ല. പക്ഷെ എവിടെയോ നമുക്ക് കുരുടുണ്ട്, എവിടെയോ നമുക്ക് മുടന്നുണ്ട്, എവിടെയോ നമുക്ക് ഹല്ലേലൂയ കൂനുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ, സ്തോത്രം. ഈ കർത്താവിനെ മനസ്സിലാക്കാൻ കഴിയാത്ത നിലയിൽ നമുക്ക് ഒരു കുരുടുണ്ട്. കണ്ണ്, അകത്ത മനുഷ്യന്റെ കണ്ണ് അടഞ്ഞിരിക്കുകയാണ് പലപ്പോഴും. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ തിരിച്ചറിയുവാൻ കഴിയാതെ എന്റെ കണ്ണ് അടഞ്ഞിരിക്കുന്നു. കർത്താവേ, ഇന്ന് പകൽക്കാലം എന്നെ ഹല്ലേലൂയ എന്റെ ആത്മ മനുഷ്യന്റെ കണ്ണിനെ നീ ഇന്ന് തുറക്കണമേ എന്ന് നാം പ്രാർത്ഥിച്ചാൽ ആ കർത്താവ് നമ്മളെ സൗഖ്യപ്പെടുത്തും. ഹല്ലേലൂയ. ആ കർത്താവിനെ നമുക്ക് കാണുവാൻ കഴിയും. വചനം നാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വചനം കേൾക്കുന്നുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ അകത്ത മനുഷ്യൻ കുരുടനായിരിക്കുകയാണ്, അകത്ത മനുഷ്യൻ ചെകിടനായിരിക്കുകയാണ്, അകത്ത മനുഷ്യനെ കേൾക്കുവാൻ കഴിയുന്നില്ല. ആമേൻ, ആമേൻ, ആമേൻ. തിരുവനന്തപുരത്ത് കാണാൻ കഴിയുന്നുണ്ട്, കർത്താവ് തന്റെ ശിഷ്യന്മാരുടെ കാതിനെ തുറന്നു. കർത്താവ് തന്റെ ശിഷ്യന്മാരുടെ അകത്ത മനുഷ്യന്റെ കണ്ണ് തുറന്നു. എന്തിനാ? വചനം ഗ്രഹിക്കാൻ. ശിഷ്യന്മാരുടെ കണ്ണും ശിഷ്യന്മാരുടെ അകത്ത മനുഷ്യന്റെ കണ്ണും അകത്ത മനുഷ്യന്റെ കാതും അടഞ്ഞിരുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. ആമേൻ. അങ്ങനെയെങ്കിൽ നമ്മളുടെയും ജീവിതത്തിൽ ഇല്ല എന്ന് പറയാൻ കഴിയുമോ? ആമേൻ. കർത്താവിനോട് കൂടെ നടന്ന, കർത്താവിനോട് കൂടെ നടന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തിയിൽ കണ്ട അവർക്കും പലതും ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. കർത്താവ് അവരുടെ മേൽ കൈവച്ചു, അവരുടെ അന്ധത മാറ്റി, അവരുടെ ഹല്ലേലൂയ കുരുടിനെ മാറ്റി, അവരുടെ ഹല്ലേലൂയ കേൾക്കാൻ കഴിയാത്ത ഹല്ലേലൂയ ആ അവസ്ഥയെ കർത്താവ് മാറ്റി. ആമേൻ, സ്തോത്രം. അതേപോലെ തന്നെ കൂന്, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. കർത്താവിനെ കാണുവാൻ കഴിയാതെ, കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുവാൻ കഴിയാതെ അകത്ത മനുഷ്യൻ കൂനനായിരിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് ഈ കേൾക്കുന്ന വചനങ്ങൾ ആത്മമണ്ഡലത്തിൽ നമ്മൾ ചിന്തിക്കണം. സ്തോത്രം. ഈ ജഡീകമായ ജീവിതത്തിലേക്കല്ല നമ്മൾ ചിന്തിക്കേണ്ടുന്നത്. ഹല്ലേലൂയ. ആത്മമനുഷ്യൻ ഉണർന്നാൽ, ആത്മമനുഷ്യൻ വളർന്നാൽ, ആത്മമനുഷ്യനിലേക്ക് ഈ വചനത്തിന് തീ കത്തിയാൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നമ്മൾ ആരായി മാറും? നമ്മൾ സംതിങ് സ്പെഷ്യലായിട്ടുള്ള ഒരു പേഴ്സണായി മാറും. കർത്താവ് ഇച്ഛിക്കുന്ന ആ ഒരു നിലയിലേക്ക് നമ്മൾ വളരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ അകത്ത മനുഷ്യന് കൂനുണ്ട്. സ്തോത്രം. ഞാൻ ഉൾപ്പെടെ പറയണം, നമുക്കെന്റെ അകത്ത മനുഷ്യന് കൂനുണ്ട്, അകത്ത മനുഷ്യന് കുരുടുണ്ട്, അകത്ത മനുഷ്യന് ഹല്ലേലൂയ മുടന്തുണ്ട്. കർത്താവിന്റെ അടുക്കിലേക്ക് വരാൻ കഴിയാതെ വണ്ണം അകത്ത മനുഷ്യൻ മുടമ്പനാ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ എന്റെ ഈ അവസ്ഥയെ കർത്താവിന്റെ അടുക്കിലേക്ക് നാം ഇന്ന് പകൽക്കാലം കൊണ്ടുവന്നാൽ, ഹല്ലേലൂയ, ഈ പാദപീഠത്തിൽ വെച്ചാൽ കർത്താവ് നമ്മെ സൗഖ്യപ്പെടുത്തും, കർത്താവ് നമ്മെ സൗഖ്യപ്പെടുത്തും, കർത്താവ് നമ്മളെ വിടുവിക്കും. പിന്നെ ഒരിക്കലും ഹല്ലേലൂയ മുടന്തനായി നീ നടക്കുകയില്ല, പിന്നെ ഒരിക്കലും കുരുടനായി നീ നടക്കുകയില്ല, പിന്നെ ഒരിക്കലും കൂനനായി നീ നടക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവപ്രവൃത്തി, നമുക്ക് വേണ്ടി ചലിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയെ കാണാൻ കഴിയും, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരത്തെ കാണാൻ കഴിയും, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ മുഖത്തെ നേരെ കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി. ദൈവം കർത്താവിലൂടെ അവരെ സൗഖ്യമാക്കി. സ്തോത്രം. ഇങ്ങനെ ഇന്നർമാനിൽ ഒരു സൗഖ്യം നടന്നാൽ മാത്രമേ ഹല്ലേലൂയ കർത്താവിനെ മഹത്വപ്പെടുത്താൻ കഴിയത്തുള്ളൂ. ഞാൻ വിശ്വസിക്കുകയാണ്, ഇവിടെ സ്തോത്രം, കർത്താവ് ഇവരെ സൗഖ്യമാക്കിയപ്പോൾ ഇവർക്ക് എന്തുകൊണ്ടാണ് ഇത് കണ്ടിട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിഞ്ഞത്? ഇവരുടെ ഇന്നർമാനിൽ ഒരു ഹീലിംഗ് നടന്നു. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. കർത്താവിനോട് പറ, കർത്താവേ, എന്റെ അകത്ത മനുഷ്യനിൽ എനിക്കൊരു ഹീലിംഗ് ആവശ്യമാണ്, എന്റെ അകത്ത മനുഷ്യനിൽ ഒരു വിടുതൽ എനിക്ക് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ചോദിച്ചാൽ കർത്താവ് നമുക്ക് തരും. ചോദിച്ചാൽ സ്തോത്രം, കർത്താവ് നമുക്ക് തരും. ചോദിച്ചാൽ കർത്താവ് നമ്മളെ വിടുവിക്കും. ആമേൻ. എത്രയൊക്കെ മനസ്സിലാവുന്നുണ്ട്? മകൻ മനസ്സിലാവുന്നുണ്ട്? ദൈവത്തിന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. ഇതിനകത്ത് മുന്നോട്ട് പോകട്ടെ. സ്തോത്രം. അങ്ങനെ മഹത്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ജനത്തിന് സ്തോത്രം, കർത്താവ് പറയുകയാണ്, എന്നാൽ യേശു തന്റെ ശിഷ്യന്മാരെ അടുക്ക വിളിച്ചു. ഇപ്പൊ മഹത്വപ്പെടുത്തുന്ന ജനം, സ്തോത്രം, നിങ്ങൾക്ക് ആർക്കും ക്ഷീണമൊന്നുമില്ലല്ലോ. മഹത്വപ്പെടുത്തുന്ന ജനത്തെ നോക്കി കർത്താവിന് മനസ്സലിവ് ഉണ്ടാകുന്നതായി നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറയുകയാണ്, എന്നാൽ യേശു തന്റെ ശിഷ്യന്മാരെ അടുക്ക വിളിച്ചു, ഈ പുരുഷാർ ഇപ്പോൾ 3 നാളായി എന്നോട് കൂടെ പാർക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവരൊന്നും കഴിച്ചിട്ടില്ല, ഇവരൊന്നും ഭക്ഷിച്ചിട്ടില്ല. ഹല്ലേലൂയ. അവരെ പട്ടിണിയായി വിട്ടയപ്പാൻ എനിക്ക് മനസ്സുമില്ല, എനിക്ക് അവരോട് മനസ്സലിവ് തോന്നി. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ ഒരു ആത്മീയാർത്ഥങ്ങളോട് പറയട്ടെ. സ്തോത്രം.
ആത്മാവിൽ കർത്താവിന്റെ വചനങ്ങളെ നമ്മൾ ഗ്രഹിക്കാൻ തുടങ്ങിയാൽ, ആത്മാവിൽ കർത്താവിനെ അനുഭവിച്ചറിയാൻ തുടങ്ങിയാൽ, മണിക്കൂറുകൾ പോകുന്നത് അറിയത്തില്ല, ദിനങ്ങൾ കടന്നു പോകുന്നത് അറിയത്തില്ല, ദിവസങ്ങൾ കടന്നു പോകുന്നത് അറിയത്തില്ല. ഇവിടെ ഇതാ ഈ ജനം 3 ദിവസമായി അവർ ഭക്ഷിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവരുടെ പ്രാഥമിക കാര്യങ്ങൾ ചെയ്തിട്ടില്ലെന്ന് പോലും ഇവർ അറിയാതെ കർത്താവിന്റെ മുമ്പിൽ ഇരുന്ന് ഈ വചനം കേൾക്കുകയാണ്. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ അകത്ത മനുഷ്യൻ മേൽക്കുമേൽ ശക്തി പ്രാപിക്കാൻ തുടങ്ങി. ആമേൻ. വചനത്താൽ അകത്ത മനുഷ്യൻ ശക്തി പ്രാപിച്ചാൽ, വചനത്താൽ അകത്ത മനുഷ്യനകത്ത് ഹല്ലേലൂയ ഒരു വിടുതൽ നടന്നാൽ, സ്തോത്രം സ്തോത്രം സ്തോത്രം, ഹല്ലേലൂയ ഭക്ഷിച്ചില്ലെങ്കിലും, ഹല്ലേലൂയ പാനം ചെയ്തില്ലെങ്കിലും, ഹല്ലേലൂയ സ്തോത്രം, നമ്മൾ ഹല്ലേലൂയ പുതിയ ബലവും പുതിയ ശക്തിയാലും ദൈവത്തിന് മുൻപാകെ ഇരുന്ന് സ്തോത്രം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് കഴിയും. ആമേൻ. അതുകൊണ്ടാണ് ഈ ഭക്തന്മാർ ദിനങ്ങൾ കടന്നുപോയിട്ടും സ്തോത്രം ഹല്ലേലൂയ മഹത്വം കൊടുത്തുകൊണ്ട് തന്റെ സന്നിധിയിൽ, ദൈവത്തിന്റെ കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എങ്കിലും കർത്താവിന് അറിയാം എന്താണ്, ഇവർ അകമേ ശക്തന്മാരായി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അകമേ ശക്തന്മാരായി കഴിഞ്ഞു. അകമേ അവരുടെ ഉള്ളിൽ ഒരു വിടുതൽ നടന്നിട്ടുണ്ട്. പക്ഷെ പുറമേ ഹല്ലേലൂയ നമ്മൾ ക്ഷീണിതരാണെന്ന് അറിയാത്ത നിലയിലായി അഭിഷേകം നമ്മൾ നിർത്തിയേക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ കർത്താവിന് അറിയാം. ഇവിടെ കർത്താവ് പറയുന്നു, ഇവരകത്തെ മനുഷ്യൻ ശക്തി പ്രാപിച്ചത് കൊണ്ടാണ് ഇവർ 3 ദിവസം ഇവിടെ ഇരിക്കുന്നത്. സ്തോത്രം. ഞാനത് വ്യാഖ്യാനിച്ച് പറയുന്നേ ഉള്ളൂ, കർത്താവ് പറഞ്ഞിട്ടില്ലെങ്കിലും വ്യാഖ്യാനിക്കുകയാണ്. സ്തോത്രം. അകത്തെ മനുഷ്യൻ ശക്തി പ്രാപിച്ചുകൊണ്ട് 3 ദിവസം ഇവർ നിൽക്കുകയാണ് ഇവിടെ. പക്ഷേ ഇവരുടെ ജഡീയ മനുഷ്യൻ, ജഡത്തിലെ മനുഷ്യൻ ഹല്ലേലൂയ ക്ഷീണം അനുഭവിക്കാൻ സാധ്യതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കർത്താവിന് നമ്മുടെ അകത്തെ മനുഷ്യനെ കുറിച്ച് ചിന്തയുണ്ട്, പുറത്തെ മനുഷ്യനെ കുറിച്ചും ചിന്തയുണ്ട്. ഹല്ലേലൂയ. കർത്താവിന്റെ അടുക്കിലേക്ക് വരുന്ന ഒരു ദൈവവൈതലന്റെ സ്തോത്രം എല്ലാ മേഖലകളിലും കർത്താവിന് ബോധ്യമുണ്ട്, കർത്താവിന് ചിന്തയുണ്ട്. ഹല്ലേലൂയ. എല്ലാ സമസ്ത മേഖലകളിലും അവനെ ചേഞ്ച് ചെയ്യാൻ കർത്താവ് ആഗ്രഹിക്കുകയാ. ആമേൻ. ഇന്നർ മാനെ മാത്രമല്ല, ഔട്ടർ മാനിലും ഒരു ചേഞ്ച് വേണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ കർത്താവ് പറയുന്നു, എനിക്ക് അവരെ നോക്കി എനിക്ക് അവരോട് മനസ്സലിവ് തോന്നുന്നു. ഒരുപാട് ചിന്തകളുണ്ട് കേട്ടോ എന്ന് പറയാനായിട്ട്, സമയം അതിക്രമിച്ചു. അതുകൊണ്ട് ഞാൻ വരുന്ന ദിനങ്ങളിൽ ഹല്ലേലൂയ സ്തോത്രത്തിനോട് ഞാൻ സംസാരിക്കാം. കുറെ എഴുതി കുറിച്ചതൊക്കെ കുറെ ഉണ്ട്, അതൊന്നും ഞാൻ തൊട്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോ അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്തിയ കർത്താവ് പുറത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടി മനസ്സലിവ് കാണിക്കുകയാണ്. മനസ്സലിവുള്ള കർത്താവ്. ഈ ലോകത്തിലുള്ള പലർക്കും നമ്മളോട് മനസ്സലിവ് തോന്നും പല നിലകളിലും. സ്തോത്രം. ആ മനസ്സലിവിന് അല്പനേരത്തെ സമയം ഉണ്ടാകത്തുള്ളൂ. മനസ്സലിവ് തോന്നിയാൽ ചിലപ്പോൾ നമുക്ക് പണം തന്ന് സഹായിച്ചെന്ന് വരാം. മനസ്സലിവ് തോന്നിയാൽ പലതും തന്ന് നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്തെന്ന് വരാം. സ്തോത്രം. മനസ്സലിവ് തോന്നിയാൽ നമ്മളെ ഡ്രോപ്പ് ചെയ്തെന്ന് വരാം, അല്ലേ? ഇവിടെ നിന്ന് അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്തു, അവിടെ നിന്ന് ഇങ്ങോട്ട് പിക്ക് ചെയ്തു. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ലോകത്തിലെ മനുഷ്യർ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അവരുടെ മനസ്സലിവിൽ നിന്നുകൊണ്ട്. എന്നാൽ കർത്താവിന് നമ്മോട് മനസ്സലിവ് തോന്നിയാൽ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം സ്തോത്രം, സംതിങ് സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. ഇതുവരെ നാം കണ്ടിട്ടില്ലാത്ത, ഇതുവരെ നാം കേട്ടിട്ടില്ലാത്ത ദൈവത്തിന്റെ മഹത്വമായിരിക്കും നമ്മളിലേക്ക് വന്നിറങ്ങാൻ പോകുന്നത്. ഞാൻ വേഗത്തിൽ ഓടിച്ചു പറയാം. ഇവിടെ ഈ വിശന്നിരിക്കുന്ന ഇവരുടെ അടുക്കിലേക്ക് ഹല്ലേലൂയ കർത്താവ് ഇവരെ ഒന്ന് പോഷിപ്പിച്ചയക്കാൻ ആഗ്രഹിക്കുകയാണ്. എങ്ങനെയാണ് കർത്താവ് പോഷിപ്പിച്ചത്? അവിടെ കയ്യിൽ എന്തുണ്ടായിരുന്നു? എത്ര അപ്പം ഉണ്ടായിരുന്നു? സ്തോത്രം. 7 അപ്പവും എത്ര അപ്പം ഉണ്ടായിരുന്നു? സ്തോത്രം. നിങ്ങളുടെ പക്കം എത്ര അപ്പം ഉണ്ട് എന്ന് ചോദിച്ചു. 7. 5ന്റെ വേറെ കേട്ടോ, 5ന്റെ വേറെ 2 പ്രാവശ്യം അങ്ങനെ ചെയ്തിട്ടുണ്ട്, അതിലേക്ക് ഞാൻ വരാം. 7 അപ്പവും കുറെ ചെറുമീനുകളും ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് അടുക്കിലേക്ക് കൊണ്ടുവന്നു, കർത്താവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു. കർത്താവ് അതിനെ വാഴ്ത്തി ഇവർ കൊടുക്കുവാൻ തുടങ്ങി. കർത്താവ് മജീഷ്യൻ ഒന്നും അല്ല കേട്ടോ, റിയൽ ആയിട്ടുള്ള കാര്യമായിരിക്കും ചെയ്യുന്നത്. പക്ഷെ അത് ദൈവത്തിന്റെ മഹത്വത്തിൽ വെളിപ്പെടുന്നതാണ്. ആമേൻ. ഹല്ലേലൂയ. ഇതാ കർത്താവ് അത് വാഴ്ത്തി അനുഗ്രഹിച്ച് സ്തോത്രം ഈ ജനത്തിന് കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ വചനം പറയുന്നു, അവർ ഭക്ഷിച്ച് തൃപ്തരായി. ഹല്ലേലൂയ. സ്തോത്രം. ഈ ലോകത്തിലെ മജിഷ്യന്മാർ കാണിക്കുന്നത് പോലെ 7 അപ്പം കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കാണിച്ച് ഇങ്ങനെയൊക്കെ കാണിച്ച് അതിനെ വർദ്ധിപ്പിച്ച് കാണിച്ച് സ്തോത്രം ഹല്ലേലൂയ. അത് കഴിയുമ്പോ കാലി വയറായിട്ട് വിട്ടെന്നല്ല പറഞ്ഞത്. ആമേൻ. ഹല്ലേലൂയ. അതിനകത്തൊരു വർധനവുണ്ടായി. അതോടൊപ്പം തന്നെ ഇത് കണ്ടുകൊണ്ടിരുന്ന ജനത്തിന് ഹല്ലേലൂയ അവർക്ക് തൃപ്തി വരികയും ചെയ്തു.
ആമേൻ. എങ്ങനെയാ തൃപ്തി വന്നേ? പ്രൈസ് ദി ലോർഡ്. എങ്ങനെയാ തൃപ്തി വന്നേ? സ്തോത്രം, സ്തോത്രം. വചനമാകുന്ന ഹല്ലേലൂയ കർത്താവ് ഈ അപ്പത്തിനകത്തേക്ക് വ്യാപരിച്ചപ്പോൾ അത് ദൈവത്തിന്റെ മഹത്വമായി വെളിപ്പെടുവാൻ തുടങ്ങി. ആമേൻ. സ്തോത്രം. ആ ദൈവത്തിന്റെ മഹത്വമായി വെളിപ്പെട്ട അപ്പമാണ് ഇവർ തിന്നേ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ മഹത്വമാകുന്ന അപ്പം കർത്താവ് തരുമ്പോൾ, വചനത്തിലൂടെ തരുമ്പോൾ, ഹല്ലേലൂയ, നമ്മൾ അത് റിസീവ് ചെയ്ത് ഭക്ഷിച്ച് പാനം ചെയ്താൽ നമ്മുടെ ക്ഷീണം മാറും, നമ്മുടെ ആകുലതകൾ മാറും, വിഷമങ്ങൾ മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ പറയാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഒരു സ്തോത്രം സ്തോത്രം കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അതിനകത്ത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതാണ്. നോക്കിക്കേ, അവിടെ പറയുന്നത് അതിൻ്റെ 32-ാമത്തെ വാക്യത്തിന് ആരംഭം മുതൽ, ഈ പുരുഷാരൻ ഇപ്പോൾ 3 നാളായി എന്നോട് കൂടെ പാർക്കുന്നു. പ്രൈസ് ദി ലോർഡ്. 3 നാളായി പാർക്കുന്നവരോടാണ് കർത്താവിന് ഈ ഒരു സ്തോത്രം മനസ്സലിവ് തോന്നിയത്. അപ്പൊ കർത്താവിനോട് കൂടെ പാർക്കുന്ന ഒരു കൂട്ടം, പ്രൈസ് ദി ലോർഡ്, കർത്താവിനോട് കൂടെ പാർക്കുന്ന ഒരു കൂട്ടത്തിന് ഹല്ലേലൂയ വിടുതലുണ്ട്, സൗഖ്യമുണ്ട്. സ്തോത്രം. കർത്താവിൽ നിന്ന് അവർക്ക് മനസ്സലിവ് ലഭിക്കും. കർത്താവിൽ നിന്ന് സംതിങ് സ്പെഷ്യൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ കർത്താവിനോട് കൂടെ വസിക്കുന്നവർക്ക് കിട്ടും. ആമേൻ. സ്തോത്രം. എന്നാൽ അത് നിത്യം വസിച്ചാലോ? സ്തോത്രം. 3 ദിവസം കർത്താവിനോട് കൂടെ പാർത്തപ്പോൾ അവരുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തിയെങ്കിൽ, അവരിൽ ചില അത്ഭുതങ്ങൾ കർത്താവിന് കൊണ്ടുവരുവാൻ കഴിഞ്ഞെങ്കിൽ, അവരിലെ ചില രോഗികളെ സൗഖ്യമാക്കുവാൻ കർത്താവിന് കഴിഞ്ഞെങ്കിൽ, ഹല്ലേലൂയ, നിത്യം കർത്താവിനോട് കൂടെ വസിച്ചാൽ, സ്തോത്രം, ഈ ലോക ജീവിതത്തിൽ നിത്യം കർത്താവിനോട് കൂടെ വസിക്കുന്ന ആ ഒരു നിലവാരത്തിലേക്ക് ദൈവത്തിന്റെ ജനം മാറണം. ആമേൻ. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നിത്യം 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 എപ്പോഴും കർത്താവിനോട് ചേർന്ന് വസിക്കുന്ന ഒരു മണ്ഡലം, ഒരു മേഖല, ഒരു നിലവാരം. ആ നിലവാരത്തിലേക്ക് ഞാൻ നിങ്ങൾ മാറാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. എപ്പോഴും കൂടെ വസിക്കുക. സ്തോത്രം. തന്നോട് കൂടെ വസിക്കുവാൻ, തന്നോട് കൂടെ പാർക്കുവാൻ കർത്താവ് ചിലരെ ഇതിനകത്ത് ചിലരെ കുറിച്ച് കർത്താവിന് പദ്ധതിയുണ്ട്. തന്നോട് കൂടെ വസിക്കുവാൻ, തന്നോട് കൂടെ പാർക്കുവാൻ. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും കഷ്ടതകളും വന്നാൽ അവരെ വെറുതെ കർത്താവ് വിടത്തില്ല. ദേശത്തിന്റെ മധ്യത്തിൽ അവർ നിന്ദിതരായി തീരുവാൻ കർത്താവ് അനുവദിക്കത്തില്ല. ദേശത്തിന്റെ നടുവിൽ അവർ അപമാനിക്കപ്പെടുവാൻ കർത്താവ് അനുവദിക്കത്തില്ല. അതിന് ഉദാഹരണം കൂടെ ഞാൻ പറഞ്ഞിട്ട് വേഗത്തിൽ നിർത്താം. സ്തോത്രം. നമുക്ക് 2 രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് നാം കടന്നു പോകുമ്പോൾ, എടുക്കണ്ട, ഞാൻ പറഞ്ഞു പോയിക്കോളാം. അവിടെ പോകുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നുണ്ട്, സ്തോത്രം, ഏലീശ പ്രവാചകന്റെ അടുക്കിലേക്ക് പ്രവാചക ശിഷ്യന്റെ ഭാര്യ, സ്തോത്രം, പ്രവാചക ശിഷ്യനായിരുന്ന എലീശയുടെ പ്രവാചക ശിഷ്യനായ എലീശ പ്രവാചകന്റെ ശിഷ്യനായിരുന്ന, സ്തോത്രം, ശിഷ്യന്റെ ഭാര്യ ഓടി വന്ന് പറയുകയാണ്, സ്തോത്രം, നിന്റെ ശിഷ്യനായിരുന്ന എന്റെ ഭർത്താവ് മരിച്ചുപോയി. സ്തോത്രം. അവിടെ എടുത്തു പറയുന്നുണ്ട്, അവൻ യഹോവാ ഭക്തനായിരുന്നു. ആമേൻ. അപ്പൊ യഹോവാ ഭക്തനായിരുന്ന, ദൈവത്തോട് കൂടെ വസിച്ച, ദൈവത്തോട് കൂടെ പാർത്ത ഒരു ഭക്തൻ മരിച്ചുപോയി. പ്രൈസ് ദി ലോർഡ്. അവന്റെ കുടുംബം ഇപ്പൊ ഇവിടെ എന്തായി നിൽക്കുകയാ? അനാഥത്തിന്റെ ഒരു അവസ്ഥയിൽ നിൽക്കുകയാ. അവരുടെ ജീവിതത്തിൽ ഹല്ലേലൂയ വല്ലാത്തൊരു പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുക അവര്. ആമേൻ. സ്തോത്രം. എലീശ ചോദിക്കുന്നു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? ആമേൻ. നിന്റെ പക്കൽ എന്തുണ്ട്? ദൈവത്തിന്റെ പ്രതിപുരുഷനായി നിൽക്കുന്ന എലീശ അത് ചോദിച്ചു. അവൾ പറഞ്ഞ ഒരു വാക്ക്, സ്തോത്രം, എന്റെ കയ്യിൽ അല്പം എണ്ണ മാത്രമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ 7 അപ്പത്തെ വർദ്ധിപ്പിച്ചവനായ കർത്താവ്, ഹല്ലേലൂയ, 7 അപ്പത്തെ വർദ്ധിപ്പിച്ച് അവരുടെ ക്ഷീണത്തെ മാറ്റി അവരെ തൃപ്തിപ്പെടുത്തിയ കർത്താവ്, ഹല്ലേലൂയ. ഇവിടെ ഇതാ സ്തോത്രം, സ്തോത്രം, യഹോവയാം ദൈവത്തിന് വേണ്ടി, കർത്താവിന് വേണ്ടി, ഹല്ലേലൂയ, സ്തോത്രം, കർത്താവിനുടെ കൂടെ വസിച്ച, കർത്താവിന്റെ കൂടെ നടന്ന, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ വ്യാപൃതനായിരുന്ന, ഹൃദയം വിട്ടുകൊടുത്ത, ജീവിതം വിട്ടുകൊടുത്ത ഒരു ഭക്തന്റെ കുടുംബത്തിനകത്ത് കഷ്ടത വന്നപ്പോൾ അവരുടെ അല്പത്തെ ദൈവത്തിന്റെ മഹത്വത്താൽ വർദ്ധിപ്പിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. നോക്കിയേ, ഈ സഹോദരിയുടെ മക്കളെ പിടിച്ചോണ്ട് പോകാൻ വന്നിരിക്കുക ചിലരോടെ. ആമേൻ. ദേശത്തിന്റെ മധ്യത്തിലേക്ക് നോക്കുമ്പോൾ, ഹല്ലേലൂയ, ദേശക്കാർ കളിയാക്കും. ഈ വലിയ ദൈവം അത്ഭുതം നിങ്ങൾ ചെയ്യുന്ന, അടയാളങ്ങൾ ചെയ്യുന്ന, അന്നത്തെ കാലത്ത് ഏലിയാവ് എന്ന് പറഞ്ഞ വലിയ പ്രവാചകനാ. ഏലിയാവിന്റെ ദൈവത്തെ സേവിക്കുന്ന, ഏലിയാവിന്റെ ശിഷ്യന്റെ, ഹല്ലേലൂയ, സ്തോത്രം, ശിഷ്യനായ എലീശയുടെ ശിഷ്യനായിരിക്കുന്ന ഈ
ഹാലലി സഹോദരന്റെ ഈ ദൈവദാസന്റെ കുഞ്ഞുങ്ങളെ ഇതാ പിടിച്ചോണ്ട് വന്ന് നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. ഇതിൽ പറഞ്ഞ നാണക്കേടുണ്ടോ? ഒരു നാണക്കേടുമില്ല. എന്നാൽ ദൈവത്തിന് വേണ്ടി നിന്നാൽ, ദൈവത്തോട് കൂടെ പാർത്താൽ, ഹല്ലേലൂയ സ്തോത്രം, അവരെ ഹല്ലേലൂയ ദൈവം തള്ളിക്കളയത്തില്ല. അവരുടെ ജീവിതത്തിൽ നിന്ന വരാതെ അവരെ വിടുവിക്കുവാൻ കർത്താവ് വിശ്വസ്തനാണെന്ന് കർത്താവ് തെളിയിച്ചില്ലേ? ആമേൻ. ഒരു സ്തോത്രം ഹല്ലേലൂയ പറയുന്നേ. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ കർത്താവിന് വേണ്ടി നാം നിന്നാൽ, കർത്താവിന് വേണ്ടി നാം ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുത്താൽ, ഹല്ലേലൂയ ഈ പട്ടണത്തിൽ ഈ ബെൽവെഡേർ പ്രദേശത്ത് ക്രോഡോണിൽ നിന്ന് കടന്നു വന്നവരുണ്ട്, സ്തോത്രം ഗ്രീൻ ഹൈറ്റിൽ നിന്ന് കടന്നു വന്നവരുണ്ട്, ഹല്ലേലൂയ സ്തോത്രം പല സ്ഥലങ്ങളിൽ നിന്ന് ഇനി കടന്നു വരാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇവരൊക്കെ ഇവിടെ കടന്നു വരുന്നത് എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? കർത്താവിന് വേണ്ടി ഹല്ലേലൂയ ചില കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ തക്കവണ്ണം, അവനോട് കൂടെ പാർക്കുവാൻ തക്കവണ്ണം, അവന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടത്തെ വാർത്തെടുക്കുവാൻ വേണ്ടി നിങ്ങൾ ചുമൽ കൊടുക്കുകയാ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നിങ്ങൾ ചുമൽ കൊടുക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വിഷയം കടന്നു വന്നാൽ ദൈവം മിണ്ടാതിരിക്കുമോ? ഹല്ലേലൂയ. ദൈവം മിണ്ടാതിരിക്കുമോ? ഒരിക്കലുമില്ല. സ്തോത്രം. ആ കർത്താവ് നിങ്ങളെ ഒരു കാലത്തും കൈവിടത്തില്ല. കണ്ണടയ്ക്കുക, കണ്ണുകളെ അടയ്ക്കുക. നെബൂഖദ്നേസറിനെ, സോറി നെബൂഖദ്നേസർ അല്ല, സെരുബാബേൽ. യെസ്, സെരുബാബേലിനെ കർത്താവ് യെരൂശലേം ദേവാലയത്തിന്റെ പണിക്കായി പിടിച്ചോണ്ട് വന്നു. പ്രൈസ് ദി ലോർഡ്. പിടിച്ചോണ്ട് വന്നിട്ട് തന്നെ ബലപ്പെടുത്തി തന്റെ വചനത്താൽ ശക്തീകരിച്ച് നിർത്തിയേക്കുക. പ്രൈസ് ദി ലോർഡ്. പക്ഷേ പണി എങ്ങനെ നടക്കും? ഇവരെങ്ങനെ ഇത് പണിയും? എങ്ങനെ മതില് പണിയും? എങ്ങനെ ഈ ആലയം പണിയും? ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ കൊണ്ട് ഹൃദയത്തെ തണുപ്പിക്കാൻ തുടങ്ങി. സ്തോത്രം. സൻബല്ലത്തും തോബിയാവും എന്ന് പറഞ്ഞ രണ്ടുപേരെ അവിടെ കാണാൻ കഴിയും. അവര് പറഞ്ഞ വാക്കെന്ന് അറിയാമോ? ഇവരെന്താ ചെയ്യാൻ പോന്നേ? ഈ സ്തോത്രം ചണ്ടിക്കുമാരങ്ങളിൽ നിന്ന് ജീവനുള്ള കല്ലുകളെ അവർ സൃഷ്ടിച്ചെടുക്കുമോ? പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ പറഞ്ഞ് ഹൃദയത്തെ തണുപ്പിക്കാൻ നോക്കിയ ഒരു കൂട്ടത്തിന് നടുവിൽ, സ്തോത്രം, മനസ്സ് തകർന്നവനായി നിൽക്കുന്ന സെരുബാബേലിനോട് കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട് കേട്ടോ. സെരുബാബേലേ, നിന്റെ കയ്യിലിരിക്കുന്ന തൂക്കുകെട്ട കണ്ട് ഞാൻ സന്തോഷിക്കുന്നു. ആമേൻ. സ്തോത്രം. നിന്റെ ഈ ചെറിയ തുടക്കത്തെ ഞാൻ തുച്ഛീകരിക്കത്തില്ല. നിന്റെ ഈ ചെറിയ തുടക്കത്തെ ലോകം തുച്ഛീകരിക്കും. നിന്റെ ഈ ചെറിയ തുടക്കത്തെ ഹല്ലേലൂയ മനുഷ്യർ തുച്ഛീകരിക്കും. എന്നാൽ ചെറിയ തുടക്കത്തെ തുച്ഛീകരിക്കാത്ത ദൈവം, ചെറിയ തുടക്കത്തെ നാളത്തെ ആ ഒരു വലിയ ഒരു ഹല്ലേലൂയ സംരംഭമായി കാണുന്നവനായ ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കൂടിവരവ് ദൈവത്തിന്റെ ആലയം പണിയുവാൻ വേണ്ടി, ദൈവത്തിന്റെ ഹല്ലേലൂയ ആലയത്തിലേക്ക് ആത്മാക്കളെ കൊണ്ടുവരുവാൻ വേണ്ടി, ദൈവജനത്തെ ഹല്ലേലൂയ ദേശത്തിന്റെ നടുവിൽ നിന്ന് ദൈവം കൂട്ടിവരുത്തുവാൻ വേണ്ടി, പ്രാർത്ഥിക്കുവാൻ വേണ്ടി, ഹല്ലേലൂയ പ്രാർത്ഥന എന്ന തൂക്കുകെട്ടയുമായി ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്ന ദൈവവൈതലേ, നിന്നെ കണ്ട് സന്തോഷിക്കുന്ന ഒരു അപ്പനുണ്ട്. നിന്നെ കണ്ട് സന്തോഷിക്കുന്ന ഒരു അപ്പനുണ്ട്. നിന്നെ കണ്ട് സന്തോഷിക്കുന്ന ഒരു അപ്പനുണ്ട്. ഹല്ലേലൂയ. നിനക്കത് വിടുതല. ഓ റബനഗശിദിരി ലാം ശിവനയാം തരേ റാം ശിവനയാം തുനിരി. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് അല്പനേരം കരങ്ങൾ അടിച്ച് ലാം ശിവനഗതലറികം ശിവനയാം തര. ഒരു 5 minutes കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. 5 minutes. ലാം ശിവനഗന്തൽ ധനറികം ശിവനയാം ധനാദികം ധനാദി. ഈ ദേശത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുക. നമ്മൾ നിർത്തുകയാണ് കേട്ടോ. 5 minute വേഗത്തിൽ എല്ലാവരും ഈ ദേശത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഇവിടുന്ന് അനേക ആത്മാക്കൾ ഹല്ലേലൂയ കൂട്ടായ്മയിലേക്ക് കടന്നു വരുവാൻ. ലാം ശിമന റാം ധന റിഖല മന ശിയാം ധനാദി. ഓ റമനയാം തലലേ റിയാം ശിദിരി റാം ധനയാം ശിദിലിയാം തേരിയാം ദൽദനരകം ശിവനയാം. ആത്മാവിൽ പോരാടി പ്രാർത്ഥിച്ചാട്ടെ. ആത്മാവിൽ ജാഗരിച്ചു പ്രാർത്ഥിച്ചാട്ടെ. റിഖല മനയം ശിവരഗദലരിഗത്തിനി റാം ധനമനയം ശബലരഗത്തനമനയം ധനാരിയം ദൽദനദി റിഖലരഗത്തരമനയം ശിവനാദിയം തൽ പ്രൗഢനരിഗത്തനദി. കർത്താവേ, ഞങ്ങൾ ഈ ഹല്ലേലൂയ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
ഓ അങ്ങയുടെ മഹത്വം, അങ്ങയുടെ മഹത്വം, അങ്ങയുടെ മഹത്വം ഈ പട്ടണത്തിൽ വെളിപ്പെടേണ്ടതിന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങയുടെ ശിഷ്യന്മാർ കടന്നുപോയ മേഖലയിലെല്ലാം വചനം വിതറി 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 അവർ പോയതുപോലെ കർത്താവ് ഞങ്ങൾ യാത്ര ചെയ്തു വന്ന മേഖലകൾ, ഹാലലി ക്രോഡോണിൽ നിന്ന് ഞങ്ങൾ യാത്ര ചെയ്തു വന്ന മേഖലകളുണ്ട്. ഹാലലി ഈ യാത്രകളൊന്നും വെറുതെയല്ല. അങ്ങയുടെ ശിഷ്യന്മാർ ഹാലലൂയ പട്ടണങ്ങളിൽ നിന്ന് പട്ടണങ്ങളിലേക്ക് അവർ യാത്ര ചെയ്തപ്പോൾ അവിടെയെല്ലാം സഭകൾ സ്ഥാപിച്ചതുപോലെ ഹാലലൂയ ഒരു ജനം ഒരുങ്ങി വരട്ടെ. ദൈവത്താൽ വീണ്ടെടുക്കപ്പെടുന്ന ദൈവിക അഭിഷേകത്താൽ ചലിക്കപ്പെടുന്ന ഒരു ജനം ഉണർന്നു വരട്ടെ. ആഗ്രഹിച്ചാട്ടെ. ഹല്ലേലൂയ. അപ്പാ അതിലും വലുതായി ഞങ്ങൾക്കൊന്നുമില്ല. Oh, hallelujah, hallelujah, hallelujah. Rekeniam shindirianteni. Oh, rekeniam. Hallelujah. സ്വപ്നം കാണുമ്പോ വാതിലും വഴികളും തുറന്നു തന്നോനേ ആരാധിക്കുന്നേ. സ്വപ്നം കാണുമ്പോ വാതിലും വഴികളും തുറന്നു തന്നോനേ ആരാധിക്കുന്നേ. എന്നെ വന്ദനാ വാക്കിൻ നന്ദിനാ തളർന്നു വീഴാതെ എന്നെ താങ്ങിയ ഭുജബലമേ. എന്നെ വന്ദനാ വാക്കിൻ നന്ദിനാ തളർന്നു വീഴാതെ എന്നെ താങ്ങിയ ഭുജബലമേ. എന്നെ നടത്തിടും ഭുജബലത ഇനിയുള്ളാണെങ്കിലും എന്നെ നടത്തിടും ഭുജബലത. സ്വപ്നം കാണുമ്പോ വാതിലും വഴികളും തുറന്നു തന്നോനേ ആരാധിക്കുന്നേ. സ്വപ്നം കാണുമ്പോ വാതിലും വഴികളും തുറന്നു തന്നോനേ ആരാധിക്കുന്നേ. എന്നേരെ വന്നതാ വാക്കിൻ നന്ദിതാ തളർന്നു വീഴാതെ എന്നെ താങ്ങിയ ഭുജബലമേ. എന്നേരെ വന്നതാ വാക്കിൻ നന്ദിനാ തളർന്നു വീഴാതെ എന്നെ നടത്തിയ ഭുജബലമേ. ഇനിയുള്ള ആണ്ടിലും എന്നെ നടത്തണം ഭുജബലത്താ. ഇനിയുള്ള ആണ്ടിലും എന്നെ നടത്തിടും ഭുജബലത്താ. ഹല്ലേലൂയ
ഈ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. മാറ്റമില്ലാത്ത സാന്നിധ്യത്താൽ ഞങ്ങളെ നിറച്ചല്ലോ കർത്താവേ. മാറ്റമില്ലാത്ത വചനത്താൽ ഞങ്ങളെ ശക്തീകരിച്ചല്ലോ. അഭിഷേകം അധികമായി ഞങ്ങളുടെ മേൽ പകർന്നല്ലോ. കേൾക്കപ്പെട്ട വചനത്തിന് മുൻപാകെ ഞങ്ങളെ സമർപ്പിക്കുന്നു. അത് നിലനിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. കർത്താവ് ആരാണെന്ന് മനസ്സിലാക്കി കർത്താവിന്റെ അടുക്കിലേക്ക് വരുവാനും ഞങ്ങളുടെ ആവശ്യങ്ങളും ഞങ്ങളുടെ വേദനകളും അങ്ങയുടെ മുൻപാകെ ഇറക്കി വെക്കുവാൻ സ്വസ്ഥമായിരിക്കാൻ കർത്താവ് സഹായിക്കണമേ. ഭാരം ചുമന്നുകൊണ്ട് നടപ്പാനല്ല, ഫ്രീ ആയി യേശുവിനുള്ള ഫ്രീഡം അനുഭവിപ്പാൻ. കർത്താവാം ദൈവത്തിന് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാം.